നമസ്കാരം. ഏത് നിമിഷവും ക്ലിഫ് ഹൗസിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചെത്തുന്ന കേന്ദ്ര അന്വേഷണ സംഘത്തെ ഓർത്തുള്ള ഭയപ്പാടിലാണ് പിണറായി വിജയനും കുടുംബവും. മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം SFIOയ്ക്ക് കൈമാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏത് നിമിഷവും അന്വേഷണ സംഘം വീണയെ ചോദ്യം ചെയ്യാനെത്തിയേക്കാം. കമല വിജയൻ ജോലിയിൽ നിന്നും വിരമിച്ചപ്പോൾ കിട്ടിയ പണം കൊണ്ടാണ് മകൾ ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങിയത് എന്ന പിണറായി വിജയൻ ഇന്നലെ സഭയിൽ പറയുകയുണ്ടായി. ഇതോടെ മകൾക്ക് പുറമെ അമ്മയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ബാംഗ്ലൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ റിപ്പോർട്ടിൽ ഗുരുതരമായ ക്രമക്കേട് വ്യക്തമായ ഈ സാഹചര്യത്തിൽ അന്വേഷണം SFIOയ്ക്ക് വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു. ഇതിൽ കോടതി കേന്ദ്ര നിലപാട് ആരായുകയും ഹർജി 12-ന് വീണ്ടും പരിഗണിക്കാനായി മാറ്റുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് അന്വേഷണം SFIOയ്ക്ക് കൈമാറിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ്. കോടതിയെ ഇക്കാര്യം കേന്ദ്രം അറിയിക്കും. സ്വാഭാവികമായി ഈ കേസ് ഹൈക്കോടതി അവസാനിപ്പിക്കും. ഫലത്തിൽ ഹൈക്കോടതി അംഗീകാരവും അന്വേഷണത്തിന് വരും. ഇതും പിണറായി കുടുംബത്തെ വെട്ടിലാക്കുന്നുണ്ട്. കമ്പനികളുമായി ബന്ധപ്പെട്ട ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് SFIO. റെയ്ഡിനും കസ്റ്റഡിക്കും അറസ്റ്റിനുമുള്ള അധികാരം ഇവർക്കുണ്ട്. ആവശ്യമാണ് എങ്കിൽ രാജ്യത്തെ മറ്റ് പ്രധാന അന്വേഷണ ഏജൻസികളുടെ സഹായവും ഇവർക്ക് തേടാം. വീണയുടെ കമ്പനിയായ എക്സാലോജിക്, കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRL-ൽ ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവയ്ക്കെതിരെയാണ് അന്വേഷണം. ഒരു സേവനവും ലഭ്യമാകാതെ തന്നെ എക്സാലോജിക്കിനും CMRL-നും തുക കൈമാറിയെന്ന് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തി. 6 ഉന്നത ഉദ്യോഗസ്ഥരെയാണ് SFIO അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കിയ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകാനാണ് നിർദ്ദേശം. ഇതിനിടെ ഏത് നിമിഷവും ക്ലിഫ് ഹൗസിൽ റെയ്ഡ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണ പരിധിയിൽ KSIDCയും ഉൾപ്പെടും എന്നതാണ് മറ്റൊരു കാര്യം. എക്സാലോജിക് CMRL ഇടപാട് അന്വേഷണവും SFIOയുടെ പരിധിയിൽ തന്നെയായിരിക്കും. അന്വേഷണം കോർപ്പറേറ്റ് ലോ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘമായിരിക്കും നടത്തുക. നിലവിലെ ROC അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും SFIO അന്വേഷണ സംഘത്തിൽ ഉണ്ടാകും. SFIO അന്വേഷണം ഏറ്റെടുക്കുന്നതോടെ കേസിന് കൂടുതൽ പ്രാധാന്യം ഏറുകയാണ്. CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. വീണ വിജയന്റെ കമ്പനി കൈപ്പറ്റിയ തുകയെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷണം. 4 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു നേരത്തെ നൽകിയ നിർദ്ദേശം. 3-അംഗ ഉദ്യോഗസ്ഥ സംഘമായിരുന്നു ROC അന്വേഷണത്തിൽ ഉണ്ടായിരുന്നത്. കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ BS, ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ KM ശങ്കരനാരായണൻ, പോണ്ടിച്ചേരി ROC A ഗോകുൽനാഥ് എന്നിവരും SFIO അന്വേഷണ സംഘത്തിനൊപ്പം ചേരും. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവായത്. കരിമണൽ കമ്പനിയായ CMRL-നെതിരെയും പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണമുണ്ട്. എക്സാലോജിക്കിന് CMRL 1,72,00,000 രൂപ അനധികൃതമായി നൽകിയെന്ന് നേരത്തെ ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു. എന്നാൽ തുക കൈപ്പറ്റിയത് നൽകിയ സേവനത്തിനാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എക്സാലോജിക്. എന്തായാലും അന്വേഷണം SFIO ഏറ്റെടുത്തതോടെ മുഖ്യനും കുടുംബത്തിനും നെഞ്ചിടിപ്പ് കൂടിയിരിക്കുകയാണ്.